ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വ്യാപാരവും അതേ തുടർന്ന് ലോകവിപണിയിൽ സൃഷ്ടിച്ച ചർച്ചകളും അത്ര നിസ്സാരമായിരുന്നില്ല. ഇന്ത്യ-US വ്യാപാര കരാർ എങ്ങുമെത്താത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്. റഷ്യൻ ഇടപാടുകൾ ആരോപിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% നികുതി 50% ഉയർത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങൽ തുടരുന്നവർക്ക് 500% നികുതി ചുമത്തുമെന്ന ഭീഷണിയും അടുത്തിടെ ട്രംപ് ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ വമ്പന്മാരായ റിലയൻസിന് റഷ്യൻ എണ്ണ വാങ്ങാൻ 1 മാസത്തെ പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നു US എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. US-ന്റെ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ റിലയൻസ് റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിച്ചിരുന്നു. US യൂറോപ്യൻ വിപണികളിലേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ റഷ്യൻ ക്രൂഡ് ഉപയോഗിക്കില്ലെന്നും റിലയൻസ് ജിയോ റിഫൈനറി വ്യക്തമാക്കിയിരുന്നു. തൽഫലമായി ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇടപാടിലും കുറവുണ്ടായി. എന്നാൽ ഇതിനിടെയാണ് റിലയൻസിന് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക 1 മാസത്തെ ഇളവ് അനുവദിച്ചിരിക്കുന്നുവെന്ന് വാർത്തയെത്തുന്നത്. ഇതൊരു പ്രത്യേക അനുമതിയാണെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. US ഉപരോധം നേരിടുന്ന റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി റിലയൻസ് മരവിപ്പിച്ചിരുന്നു. ഈ വർഷം ഒക്ടോബറിലാണ് റഷ്യൻ ഊർജ്ജ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലുക്കോയിലിനും മേൽ US ഉപരോധം ഏർപ്പെടുത്തിയത്. ഇവരുമായി വ്യാപാരം കമ്പനികൾക്കും ഉപരോധം ബാധകമായിരുന്നു. കമ്പനികളുടെ ഇടപാടുകൾ അവസാനിപ്പിക്കാൻ നവംബർ 21 വരെ സമയവും അനുവദിച്ചിരുന്നു. US-ൽ വൻ വിപണി ലക്ഷ്യം വെക്കുന്ന റിലയൻസ് ട്രംപിന്റെ ഉപരോധങ്ങൾക്ക് പുറകെ തന്നെ റഷ്യൻ ഇടപാടുകളിൽ ഇടപെട്ടിരുന്നു. എന്നാൽ റഷ്യൻ ഊർജ്ജ കമ്പനിയായ റോസ്നെഫ്റ്റുമായി റിലയൻസിന് ദീർഘകാല കരാറുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകളിൽ ഒന്നാണ് റിലയൻസിന്റെ ജാംനഗർ ഫെസിലിറ്റി. പ്രതിദിനം 1.4 ദശലക്ഷം ബാരൽ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് ദിവസം തോറും ഏകദേശം 5 ലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് വാങ്ങുന്നത്. നിലവിലെ ഇടപാടുകൾ മുൻ കരാറുകളുടെ ഭാഗമാണെന്നും ഉപരോധ നിയമങ്ങൾക്ക് അനുസൃതമായി പൂർത്തീകരിച്ചു വരുന്നുവെന്നും റിലയൻസും വ്യക്തമാക്കുന്നു. റഷ്യൻ കമ്പനികൾക്ക് മേൽ US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അതേസമയം ട്രംപിന്റെ നിർദ്ദേശങ്ങളെ തുടർന്ന് റഷ്യൻ ഇടപാടുകൾ മരവിപ്പിച്ച റിലയൻസിന് അതിന്റെ ദീർഘകാല കരാർ വ്യവസ്ഥകൾ പാലിക്കാനുള്ള അവസരമാണ് US നൽകിയ 1 മാസത്തെ പ്രത്യേക ഇളവെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.